ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങോ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിങ്ങുമാണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നൊന്നുമല്ല. ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു റിലേഷൻഷിപ്പിലാണ് അങ്ങനത്തെ ഒരു റീഡിംഗ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ, അത് രണ്ടുപേർക്കും ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മൊത്തം സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, ഞാനായിട്ട് മാത്രം എന്തിനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്ര എഫേർട്ട് ഇടുന്നത്, എന്തിനാണ്, പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്തിനാണ് വെറുതെ എൻ്റെ ഈ എനർജി വെറുതെ ഇതിൽ കൊണ്ടിട്ട് വേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തേക്ക് ഒരു തോന്നൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സമയം മുതൽ തോന്നി തുടങ്ങിയിരുന്നു. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നി ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി തുടങ്ങിയത്. പിന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ വളരെ കാമം ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷെ ഉള്ളിൽ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അതായത് അയാളുടെ സാമ്പത്തികമായും അല്ലാതെ അയാളുടെ അങ്ങനത്തെ പ്രോബ്ലംസ് അല്ല, അയാൾ ഒരു വല്ലാത്ത ഒരു കാണുന്ന ടൈപ്പ് അല്ല ആൾ. ഉള്ളിൽ വേറെയും പല പല കാര്യങ്ങൾ ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഈ ഒരു പേഴ്സൺ. ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ശരിക്കും പറഞ്ഞ ഒരു കോൺഫിഡൻസ് അവർക്കില്ല. മനസ്സിലായോ? അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെ ഒരു ഡൗട്ട് അവരുടെ മൈൻഡിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് നിങ്ങളും തമ്മിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പേഴ്സൺ ഒട്ടും ജെന്യുവൻ അല്ലായിരുന്നു. ഈ ഒരു പേഴ്സണ് വേണമെങ്കിൽ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി കാണും, അതല്ലെങ്കിൽ അതേപോലെ റിലേഷൻസും അതേപോലെ കാര്യങ്ങളും അങ്ങനെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലുള്ളൊരു വ്യക്തിയുടെ ഒരു എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതല്ല എങ്കിൽ മൊത്തത്തിലൊരു റിലേഷൻഷിപ്പ് അല്ല എങ്കിലും മൊത്തത്തിൽ ഒരു പ്രശ്നക്കാരനായിരുന്നു നമ്മൾ പറയില്ലേ, അതേപോലത്തെ ഒരു പേഴ്സൺ ആയിരുന്നു ഇത്. പറഞ്ഞാല് ഈ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മറന്നു പോവുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിനെ മറന്നു അങ്ങനൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് പ്രൂവ് ചെയ്യാനുണ്ട്, അറിയാനുണ്ട്. ഈ ഒരു വ്യക്തി എന്താണ് ഇങ്ങനെ ആയത്, അങ്ങനെ കുറേ ഡൗട്ട്സുകൾ നിങ്ങൾക്കുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഇവരുടെ ലൈഫിൽ വേറെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ലൈഫൊക്കെ അവർ ബിസി ആക്കാനും നിങ്ങളോടുള്ള ഫീലിങ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനും ഒക്കെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ ഫീലിങ്സും ഒക്കെ മൈൻഡിൽ നല്ലതുപോലെ ഉണ്ട്. ഈ ഒരു പേഴ്സൺ ഇപ്പം അറിയാം, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഴയ പോലത്തെ ഒരാളല്ല. നിങ്ങൾക്കിപ്പോൾ കുറച്ച് നേരത്തെ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചായി, ഒരു കാംനെസ് വന്നിട്ടുണ്ട്, എല്ലാത്തിലും ഒരു പീസ് മൈൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നി, നിങ്ങളുടെ സെൽഫ് ലവും കാര്യങ്ങളും കൊണ്ടുവന്നു. അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നീ എന്താണ് ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനെയുള്ള, അല്ലെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം, ഞാൻ എന്താണ്, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടാണോ നിങ്ങളിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. അതേപോലത്തെ ഒരു ഇതൊന്നും ഇപ്പം നിങ്ങൾ ചോദിക്കാറുമില്ല. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനും എടുക്കാനും ഒന്നും പോവാറില്ല. ഈവൻ മെസ്സേജായിട്ടും കോൾസായിട്ട് പോലും നിങ്ങൾ നല്ല രീതിയിലൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അപ്പോൾ ആ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പീസ്, ഒരു സമാധാനത്തിൽ വന്നിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് അയാൾക്ക് ഇപ്പോൾ തോന്നുന്നത്.
അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഹാഫ് ലവ്, പകുതി ഇഷ്ടം, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ പിടിച്ച ഒരു എനർജിയും കൺഫ്യൂഷൻ പിടിച്ച ഒരു റിലേഷൻഷിപ്പും എന്ത് ചോദിച്ചാലും ഒരു സൈലൻസും അങ്ങനത്തെ ഒരു എനർജി ആയിരുന്നു. അതൊന്നും ഇനിയിപ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ തന്നെ തോന്നിയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ എനർജി ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എനർജിയാണ്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഫസ്റ്റ് ലവ് ആയിരിക്കാം, അതിൽ ഇത്ര ആത്മാർത്ഥമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ സോൾ കണക്ഷൻ ആയിരിക്കാം, ട്വിൻ സോൾ ആയിരിക്കാം, എന്തുമായിരിക്കും. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയ്ക്ക് ഒരു നല്ല രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പോയതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഹീലായി, നിങ്ങൾ ഒരുപാട് മൈൻഡൊക്കെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ഒക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയുള്ളൊരു ഫ്യൂച്ചർ, അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് വരാൻ പോകുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ, ഒരു സംസാരം, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. അതല്ലെങ്കിൽ അത്ര ക്ലോസ് ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസിൽ വെച്ച് നിങ്ങൾ ബൈ ചാൻസ് കണ്ടുമുട്ടാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഇഷ്ടമാണ്, അതൊക്കെ ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല എന്നല്ല, അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. പക്ഷെ അപ്പോൾ ആ ഒരു കാഴ്ച, അതായത് നിങ്ങൾ തമ്മിൽ ഇനിയുള്ളൊരു റീയൂണിയൻ അല്ലെങ്കിൽ യൂണിയൻ കാണുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ പറയാനും നിങ്ങൾ ആഗ്രഹിച്ച ഇയാളിൽ നിന്ന് കിട്ടാനുള്ള ന്യൂസുകളും അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അതൊക്കെ ക്ലിയർ ചെയ്യാനും യൂണിവേഴ്സായിട്ട് തുറന്നു തന്ന ഒരു വഴിയായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സണായിട്ട് ഉടൻ തന്നെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എല്ലാ റിലേഷൻഷിപ്പും എന്താ പറയുക, നമ്മളെപ്പോഴും കൂടെ വേണമെന്നോ അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഒപ്പം വേണമെന്നോ അല്ല. ഓരോ ലൈഫ് ലെസൺസും നമ്മൾ അല്ലെങ്കിൽ ഓരോ പേഴ്സണും നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് ഓരോ ലെസൺ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ഒരുപാട് മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഈ ഒരു ജേർണലിൽ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഒട്ടും വീക്കായി ഒരു പേഴ്സൺ ആക്കിയല്ല എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു അവയർനെസ് തരിക, നിങ്ങൾക്ക് ചുറ്റുപാടുകൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്താണെന്നോ നിങ്ങൾക്ക് എന്ത് വേണമെന്നോ നിങ്ങൾ ആരും തന്നെ കൂടെ കാണില്ല, നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു തോന്നലും തിരിച്ചറിവൊക്കെ നിങ്ങൾക്ക് വന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ്. നമുക്ക് പറയാൻ പറ്റും ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണക്ഷൻ ഒരു ഫ്രോസൺ സ്റ്റേജിലാണ് ഇപ്പോൾ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഹീലിങ്ങും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലോട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു പേഴ്സൺ ഓട്ടോമാറ്റിക്കലി കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഇതിന്റെ ഇതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇപ്പോൾ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് നല്ല രീതിയിലൊരു സൈലൻസ് ഇപ്പൊ നിങ്ങളുടെ അടുത്തുനിന്നുണ്ട്, നിങ്ങൾ ഹീലായി അല്ലെങ്കിൽ നിങ്ങൾ വരില്ല എന്നൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മൊത്തത്തിൽ എന്താ പറയാ, ഇമോഷണലി ഒക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അതായത് ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത മിസ്റ്റേക്സിനൊക്കെ ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യത്തിനൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കുള്ളിൽ ഇപ്പോൾ നല്ലപോലെ ഒരു തോന്നലുണ്ട്, ഞാൻ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ അവളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അവളിപ്പോൾ ഒരുപാട് മാറിപ്പോയി അതുകൊണ്ട് എന്നൊക്കെ ഒരു പേടിയും അല്ലെങ്കിൽ ഒരു തോന്നലും ഒക്കെ ആ ഒരു പേഴ്സന്റെ മൈൻഡിൽ ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എനർജിയിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ എനർജിയിൽ നല്ല ഫീലിങ്സ് ഉണ്ട്. മനസ്സിലായോ? ഫീലിങ്സും എല്ലാം ഉണ്ട്. ഈ ഒരു സെപ്പറേഷന്റെ പെയിനും ഡിസ്റ്റൻസും ഇയാൾ കാണിച്ച ഡ്രാമ, ഇയാൾ നിങ്ങളുടെ ലൈഫിൽ തന്നിട്ടുള്ള പ്രഷറും കൺഫ്യൂഷനും എല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ ഒരു ഇഷ്ടം വളരെ ആത്മാർത്ഥവും എപ്പോഴും കൂടെ ഉണ്ടാവും, എല്ലാത്തിനും കരുതലായിട്ട് ഉണ്ടാവുന്ന ഒരു വ്യക്തി മൊത്തത്തിൽ ചേഞ്ച് ആയതും കണ്ണിന് നേരെ കാണുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ നിന്നും നിങ്ങൾ ഒരുപാട് വെളിയിൽ വന്നു. അപ്പോൾ അത്രയും ഫസ്റ്റ് ലവ് ആയിരുന്നു, അതല്ലെങ്കിൽ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു പേഴ്സണോട് എത്രയൊക്കെ വെറുക്കാൻ തോന്നിയാലും എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളിൽ നല്ല ഇപ്പോഴും ആ ഒരു സ്നേഹമുണ്ട്. എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ഇല്ലെങ്കിലും നമുക്ക് ഡിസ്റ്റൻസിൽ എന്നാണെങ്കിലും ആൾക്കാരെ സ്നേഹിക്കാമല്ലോ, ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ വന്നിട്ടുണ്ട്.
കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇനിയും അയാളിലോട്ട് വിളിച്ചു പോയാലും തിരിച്ച് വീണ്ടും വീണ്ടും കോൾസും മെസ്സേജസും ഒക്കെ ആയിട്ട് അയച്ചുകൊണ്ടിരുന്നാലും ഈ ഒരു സെയിം പാറ്റേൺ അതല്ലെങ്കിൽ ഈ ഒരു സെയിം സൈക്കിൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തരത്തിലുള്ള ഒരു ലവ് റെസ്പെക്റ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഇനി എനിക്ക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു എനർജി എനിക്ക് വേണ്ട എന്ന് നിങ്ങൾ മൈൻഡിൽ ഒരു ഇതെടുത്തിട്ടുണ്ട്. അപ്പം ഇനി എന്തെങ്കിലും റിലേഷൻഷിപ്പോ അതല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൻ്റെ അടുത്തോട്ട് തിരിച്ചു വരുമ്പോൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, ഞാൻ ചെയ്തതിന് അതിനൊരു വാല്യൂ തരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നോർമലി എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ. അപ്പം അത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. പറഞ്ഞാൽ നിങ്ങളുടെ എനർജി വളരെ കാമും വളരെ പീസും വളരെ ഹീലിങ്ങും വളരെ സ്ട്രോങ്ങും ആയിട്ടുള്ളൊരു എനർജിയിലോട്ട് വരുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അയാളായിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തും നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തും അയാൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തതിലൊക്കെ ഓർത്ത് വിഷമിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആ ഒരു പേഴ്സണ് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ ഉടനെ ഇല്ലെങ്കിൽ തന്നെയും, ഉടനെ എന്ന് വെച്ചാൽ ഇന്നോ അല്ലെങ്കിൽ നാളെ വരുമെന്നല്ല നമ്മൾ പറയുന്നത്, ഈ ഒരു പേഴ്സൺ ഉടൻ തന്നെ, മനസ്സിലായോ, അതായത് ചെറിയൊരു ബ്ലോക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. അതായത് ഒരു ഈഗോ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമെന്നൊക്കെ ഓർത്തിട്ടൊക്കെ തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ നാണക്കേട് കൊണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു ബ്ലോക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എല്ലാം ചെയ്ത മിസ്റ്റേക്സുകളൊക്കെ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു അപമാന ഭയത്തിലും പേടിയിലും എല്ലാത്തിലും ആണ് അയാളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ കോണ്ടാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യും, നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇയാൾ ക്ഷമ പറയുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.